കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. എത്രയെത്ര രഘുനാഥകീർത്തനം തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ അധ്യാത്മരാമായണം രണ്ടാം സർഗം അവസാനിപ്പിച്ചത് ഈ കൈകേയിയും മന്ധരയും തമ്മിലുള്ള ആ ഒരു സംഘം കൊണ്ട് എങ്ങനെ കൈകേയി വിചാരശൂന്യായി എന്നുള്ള ആ വിഷയത്തിനെ ഒരു ഉദാഹരണമാക്കിയിട്ട് സർവ്വസാമാന്യമായിട്ടുള്ളൊരു ന്യായം വ്യാസഭഗവാൻ പറഞ്ഞിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ആ ന്യായം എന്താണ്? അതായത് അതിബുദ്ധിയും നല്ല കാരുണ്യവും നല്ല ഗുണങ്ങളും നല്ല സദാചാരബോധവും ന്യായവും അന്യായവും എന്താണെന്ന് അറിയണ ഒരാളും ആചാര്യന്മാരിൽ അങ്ങനെ വിശ്വാസമുള്ളത്, അങ്ങനെ സർവ്വഗുണസമ്പന്നൻ, നല്ല വിദ്യാഭ്യാസം കൊണ്ട് കർത്തവ്യം എന്താണെന്ന് നല്ല ബോധമുള്ള ആളും ഇങ്ങനെയൊക്കെ ഉള്ള ഒരാളായാൽ പോലും ഈ പാപികളോടുള്ള സംഘം അല്ലെങ്കിൽ ദുസ്സംഘം കൊണ്ട് ആ പാപികളുടെ ബുദ്ധി തന്നെ ആരായിട്ടാണ് സംഘം വെച്ചാൽ അവരുടെ ബുദ്ധി തന്നെ ഇത്ര എല്ലാ ഗുണങ്ങളും തികഞ്ഞ ആൾക്കും ഉണ്ടാവാം. അവരെപ്പോലെ പാപിയായി തീരും ചെയ്യാം. അതാണല്ലോ ഇപ്പോൾ കൈകേയിക്ക് ഉണ്ടായത്. അതുകൊണ്ട് നമ്മൾ ആ ദുർജന സംസർഗം എപ്പോഴും നമ്മൾ പരിത്യജിക്കണം, അല്ലേ? അതായത് കൈകേയിയെ പോലെ ഉള്ള ഒരു വിവേകശൂന്യത ഉണ്ടായിത്തീരും എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. ഇനി അയോധ്യാകാന്ഡം 3-ാം സർഗ്ഗമാണ്. ഇനിയിപ്പോൾ ആ വിഘ്നം ഒക്കെ ശരിക്കും തന്നെ ആ കഥ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ആസ് യൂഷ്വൽ ശിവൻ പറയണതായിട്ടാണ്. ശ്രീ മഹാദേവ ഉവാച തതോ ദശരഥോ രാജ രാമാഭ്യുദയകാരണാത് ആദിശ്യമന്ത്രിപ്രകൃതി സാനന്ദോ ഗൃഹമാവിശദ്. തഥാ ദശരഥ രാജ, അനന്തരം ദശരഥ മഹാരാജാവ് രാമാഭ്യുദയകാരണാൽ രാമൻ്റെ ഉത്കർഷത്തിനായിക്കൊണ്ട് മന്ത്രിപ്രകൃതി മന്ത്രികളെയും എല്ലാം ആദിശ്യ അവരെയൊക്കെ നിർദ്ദേശം കൊടുത്തിട്ട് സാനന്ദ അവരോടൊക്കെ പറഞ്ഞുല്ലോ. വസിഷ്ഠനോടും പറഞ്ഞു, സുമന്ത്രരോടും ഒക്കെ പറഞ്ഞുല്ലോ എന്താ വേണ്ടാച്ചാൽ ചെയ്യണമെന്നേ. അത് കഴിഞ്ഞിട്ട് അവർക്കൊക്കെ ആജ്ഞാപിച്ചിട്ട് അവരോട് എന്താ ചെയ്യേണ്ടത് ആജ്ഞാപിച്ചത്. സാനന്ദ വളരെ ആനന്ദത്തോടു കൂടി ഗൃഹം ആവേശത്ത് ഗൃഹത്തിൽ പ്രവേശിച്ചു. അതായത് വസിഷ്ഠനോടും എന്തൊക്കെയാണ് ഈ അഭിഷേകത്തിന് ഒരുക്കു കൂട്ടണമെന്നൊക്കെ സുമന്ത്രരോടും ഒക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അന്തഃപുരത്തിൽ പ്രവേശിച്ചു. അതാണ് ആദ്യത്തതിൽ. ശ്രീ മഹാദേവ ഉവാച തതോ ദശരഥോ രാജ രാമാഭ്യുദയകാരണാൽ ആദിശ്യമന്ത്രി പ്രകൃതി സാനന്ദോ ഗൃഹമാവിശദ്. എന്നിട്ട് 2, 3, 4 നമുക്കൊന്നിച്ച് വായിക്കാം. തത്രാദൃഷ്ട പ്രിയാം രാജ കിമേതത് ദിവിഹ്വല യാ പുരാ മന്ദിരം തസ്യാഹ പ്രവിഷ്ടേ മയി ശോഭന ഹസന്തി മാമുപായാതി സാ കിം നൈവാദ്യ ദൃശ്യത്തെ ഇത്യാത്മന്യേവ സഞ്ചിന്യ മനസാതിവിദൂയത പപ്രച്ഛദാസീ നികരം കുതോ വസ്ത്വാമിനി ശുഭ നായാതി മാം യഥാ പൂർവം മൽപ്രിയാ പ്രിയദർശന. എന്താ അറിയോ? തത്ര പ്രിയാം അദൃഷ്ട, അതായത് കൈകേയിയുടെ അന്തഃപുരത്തിലേക്കാണ് പോയത് ആരാ ദശരഥൻ. അപ്പോൾ തത്ര പ്രിയാം അദൃഷ്ടാച്ചാലോ അവിടെ പ്രിയയായിട്ടുള്ള കൈകേയിയെ വളരെ പ്രിയം ആണ്. ആ കൈകേയിയെ കാണാതെ അദൃഷ്ട പറഞ്ഞു, കാണാത്തോണ്ട് കിം ഏതത് ഇതി അതിവിഹ്വലഹ രാജ. എന്താ അത് ഒരിക്കലും അങ്ങനെ ഞാൻ വരുമ്പോൾ എന്നെ സ്വീകരിച്ച് സന്തോഷത്തോടുകൂടി ചിരിച്ച അങ്ങനെയാണ് കൈകേയി. അത് കാരണം കാണാത്തപ്പോൾ ഇതെന്താന്ന് വിചാരിച്ചിട്ട് വളരെ വിഹ്വലനായി, മീൻസ്
വിഷമായിട്ട് രാജാവ് യാ ശോഭന ആ സുന്ദരി തസ്യാഹ മന്ദിരം മയി പ്രവിഷ്ടേ ഞാൻ സാധാരണ അവളുടെ അന്തഃപുരത്തിൽ പ്രവേശിക്കുമ്പോൾ ഹസന്തിമാ ഉപായാതി പുഞ്ചിരിച്ചുകൊണ്ട് എന്നെ സ്വീകരിക്കും. സാധാരണ എൻ്റെ അടുത്തേക്ക് വരും. ഉപായാതി പറഞ്ഞില്ലേ, ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരും. സാ അവൾ ആദ്യ ദൃശ്യതയെന്ന ഏവക്കിം ഇപ്പോൾ കാണാനേ ഇല്ല. ഈ കിം എന്ത് കാരണം ഇത് ആത്മനി ഏവ സഞ്ചിന്യ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് അതിവിദൂയത മനസ്സ ദുഃഖിക്കുന്ന മനസ്സോടുകൂടി അതിവിദൂയത മനസ്സ ദുഃഖിക്കുന്ന മനസ്സോടെ ദാസീനികരം പപ്രച്ച. അപ്പോൾ അവിടെയുള്ള സെർവൻസിനോട് ദാസിമാരോട് ചോദിച്ചു, പ്രിയദർശന മൽപ്രിയ ശുഭ വ സ്വാമിനി, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ വളരെ സുന്ദരിയായിട്ടുള്ള നിങ്ങളുടെ സ്വാമിനി, അതായത് നിങ്ങളുടെ രാജ്ഞി യഥാപൂർവം കുതഹ മാം ന ആയാതി, മുമ്പത്തെ പോലെ എന്താ ചിരിച്ചും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരാത്തതെന്ന് ചോദിച്ചു. അപ്പം എന്താണ് ഈ 3 ശ്ലോകത്തിൽ പറയുന്നത് വെച്ചാൽ അന്തഃപുരത്തിലെ കൈകേയിയുടെ അന്തഃപുരത്തിലേക്കാണ് കടന്നപ്പോൾ കൈകേയെ കണ്ടില്ല. സാധാരണ ദശരഥ മഹാരാജാവ് അന്തഃപുരത്തിലേക്ക് എത്തുമ്പോഴേക്കും കൈകേയി ചിരിച്ചും കൊണ്ട് ദശരഥൻ്റെ അടുത്തേക്ക് വരും. അത് ഉറപ്പാണ്, പതിവ് എല്ലാ ദിവസവും അങ്ങനെയാണ്. അധികം ഇഷ്ടം കൈകേയിയാണ്, കാരണം സുന്ദരിയാണ്, യങ്ങാണ്, അധികം വയസ്സ് കുറവാണ്, സുന്ദരിയാണ്. അപ്പോൾ കൈകേയെ വളരെ സാരവും കൗതുകവും ഒക്കെയാണ് ദശരഥന്. അപ്പോൾ സാധാരണ കൈകേയി ദശരഥനെ സന്തോഷിപ്പിച്ചുകൊണ്ട് തന്നെ എന്താ ചെയ്യുക, ചിരിച്ചും കൊണ്ട് വന്ന് ദശരഥൻ്റെ അടുത്തേക്ക് വന്ന് ദശരഥനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും, അങ്ങനെ പതിവ്. അപ്പോൾ ഇന്ന് എന്താ വെച്ചാൽ അടുത്തേക്ക് വരുന്നില്ല, കാണാൻ തന്നെ ഇല്ല. അതെന്താ കാരണം എന്ന് മനസ്സിലിങ്ങനെ വിചാരിച്ചിട്ട് എന്തോ ഒരു പരിഭ്രമമുണ്ട്. ദുഃഖത്തോടു കൂട്ട് നടക്കുമ്പോൾ ദാസിമാരെ കണ്ടു. അപ്പോൾ ദാസിമാരോട് ചോദിച്ചു, നിങ്ങളുടെ രാജ്ഞിക്ക് എന്ത് പറ്റി? മുമ്പത്തെ പോലെ എൻ്റെ അടുത്ത് വരുന്നില്ലല്ലോ എന്ന് ചോദിച്ചു അവരോട്. തത്രാ ദൃഷ്ട്വാ പ്രിയാം രാജ കിമേതതി വിഹ്വല യാ പുരാ മന്ദിരം തസ്യാഹ പ്രവിഷ്ടേ മയി ശോഭന ഹസന്തി മാമുപായാതി, എൻ്റെ അടുത്തേക്ക് ഉപായാതി വരാറുണ്ട്. സ ഹസന്തി ചിരിച്ചുകൊണ്ട്, മാം ഉപായാതി അടുത്തേക്ക് വരാറുണ്ട്. സ കിം നൈവാദ്യ ദൃശ്യതേ കാണാനില്ലല്ലോ. ഇത്യാത്മന്യേവ സഞ്ചിന്യ, ആത്മനി പറഞ്ഞ അവിടെ മനസ്സാതിവിദൂയത ദുഃഖത്തോടു കൂടിയിട്ട് മനസ്സിൽ ഇങ്ങനെ മുമ്പിലേക്ക് നടന്നു. പപ്രച്ഛ ദാസീ നികരം, ദാസിമാരോട് ചോദിച്ചു, കുതോ വാ സ്വാമിനി ശുഭ, നിങ്ങളുടെ രാജ്ഞി എവിടെ? നായാതി മാം യഥാപൂർവം, സാധാരണത്തെ പോലെ മൽപ്രിയ പ്രിയദർശന, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട അവളെ സാധാരണത്തെ പോലെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞു. 5 താ ഊജു ക്രോധഭവനം പ്രവിഷ്ട നൈവ വിദ്മഹേ കാരണം തത്ര ദേവ ത്വം ഗത്വാ നിശ്ചേതുമർഹസി. താ ഊജു, ആ ദാസിമാർ പറഞ്ഞു, ക്രോധഭവനം പ്രവിഷ്ട, അയ്യോ രാജ്ഞി ക്രോധാലയത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. കാരണം നൈവ വിദ്മഹ, ഞങ്ങൾക്ക് കാരണം അറിയില്ല. ഹേ ദേവാ, ഹേ രാജാവേ, തത്ര ഗത്വ, അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ക്രോധാലയത്തിലേക്ക് പോയിട്ട് നിശ്ചയിതും അർഹസി, എന്താ കാരണം എന്ന് അങ്ങനെ മനസ്സിലാക്കാൻ അങ്ങക്ക് തന്നെ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ അങ്ങത് മനസ്സിലാക്കാൻ അർഹനാകുന്നു, ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന്. അപ്പം എന്താ ഈ ദാസിമാർ പറഞ്ഞ്, അയ്യോ രാജാവേ, ഞങ്ങൾക്ക് എന്താ കാരണം എന്നറിയില്ല, രാജ്ഞി ക്രോധാലയത്തിലാണ് പ്രവേശിച്ചിരിക്കണു, ഞങ്ങൾക്കതിൻ്റെ കാരണം അറിയില്ല, അങ്ങനെ അവിടെ പോയി ചോദിക്കുകയാണ് നല്ലത്, അങ്ങ് അറിയാൻ അർഹനായിരിക്കും എന്ന് പറഞ്ഞതാണ്, ഞങ്ങൾക്കൊന്നും അറിയില്ല, അങ്ങനെ അകത്ത് പോയി ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. താ ഊജു ക്രോധഭവനം പ്രവിഷ്ട നൈവ വിദ്മഹേ കാരണം തത്ര ദേവ ത്വം ഗത്വ, അങ്ങനെ പോവാൻ നിശ്ചേതുമർഹസി. 6 ഇത്യുക്തോ ഭയസന്ത്രസ്തോ രാജാ തസ്യാഹ സമീപഗ ഉപവിശ്യ ശനൈർദേഹം
സ്പൃശൻ വൈ പാണിന അബ്രവീത്. പാണിന അബ്രവീത് പറഞ്ഞു അല്ലേ. ഇതി ഉക്ത ഭയസന്ത്രസ്തഥ രാജ. അയ്യോ, ക്രോധാലയത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞപ്പോൾ വല്ലാത്ത ഭയം തോന്നി രാജാവിനെ. ഭയസന്ത്രസ്തനായി. ഭയം കൊണ്ട് നിറഞ്ഞ മനസ്സോടു കൂടിയവനായിട്ടുള്ള രാജാവ് തസ്യ സമീപഗ, അവളുടെ സമീപത്തേക്ക് വേഗം ചെന്നു. ഉപവിശ്യ, എന്നിട്ട് ഇരുന്നു അടുത്ത്. ഉപവിശ്യ പറഞ്ഞാൽ അടുത്തിരുന്നു എന്ന് തന്നെ പറയണം. പാണിന എന്നിട്ട് രാജാവിൻ്റെ കൈകൊണ്ട് ദേഹം ശനൈഹി സ്പൃശൻ, ദേഹത്തെ പതുക്കെ തൊട്ടു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, അബ്രവീത്. പാവം ദശരഥന് ക്രോധാലയത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് എന്താ ദേഷ്യം ഉണ്ടെങ്കിലാണല്ലോ ക്രോധാലയത്തിൽ പ്രവേശിക്കുക. അപ്പോൾ ദാസിമാർ കൈകേയി ക്രോധാലയത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞപ്പോൾ രാജാവിന് ഭയങ്കര ആങ്സൈറ്റിയായി, ഭയങ്കര വറിയായി. എന്നിട്ട് വേഗം ആ ക്രോധാലയത്തിലേക്ക് കടന്നിട്ട് അവളുടെ അടുത്ത് ചെന്നിരുന്നു. എന്നിട്ട് പതുക്കെ ശരീരം ഒന്ന് തൊട്ടു. എന്നിട്ട് പറഞ്ഞു, തൊടാൻ തന്നെ പേടിയാണ്, ദേഷ്യമായിട്ടിരിക്കുകയല്ലേ, പറഞ്ഞു. രാജാവിന് ഭയങ്കര ഭയമായി ഇങ്ങനെ ക്രോധാലയത്തിൽ പറഞ്ഞപ്പോഴേ. ഇനി നമുക്ക് 6 വായിച്ചയിലേക്ക് പോവാം. ഇത്യുക്തോ ഭയസന്ത്രസ്തോ രാജാ തസ്യാഹ സമീപഗ ഉപവിശ്യ ശനൈർദേഹം സ്പൃശൻ വൈ പാണിനാബ്രവീത്. അതായത് ദശരഥന് പ്രോബബിളി, ഞാൻ വിചാരിക്കുക എന്താ അറിയോ, ഭരതനൊക്കെ ഇല്ലാത്തപ്പോഴല്ലേ ഇപ്പം ഈ രാജാഭിഷേകം നിശ്ചയിച്ചത്. അപ്പോൾ കൈകേയി ക്രോധാലയത്തിൽ പോയി പറയുമ്പോൾ ഉള്ളിലൊരു ഭയം, താൻ എന്തോ ഒരു ആപത്ത് വരണ പോലെ തന്നെ തോന്നി. കാരണം അതിങ്ങനെ കുറച്ച് മനസ്സിൽ ചിലപ്പോൾ ഉണ്ടാവും. ഇങ്ങനെ കൈകേയി ഭരതനും ശത്രുഘ്നും ഇല്ലാത്തപ്പോൾ ഞാൻ എന്തോ ഒരു പെട്ടെന്ന് നിശ്ചയിച്ചുവല്ലോ, അപ്പോൾ അതും മനസ്സിലുണ്ടാവും. അതുകൊണ്ടാണ് ഭയപ്പെട്ടത്. ഇനി 7. കിം ശേഷേ വസുധാ പൃഷ്ഠ പര്യങ്കാദീൻ വിഹായ ച മാം ത്വം ഖേദയസേ ഭീരു യതോ മാം നാവഭാഷസേ. പര്യങ്കാദീൻ വിഹായ, ഈ കട്ടിലമ്പിലൊന്നും അല്ലാണ്ട് കട്ടിലൊക്കെ ഉപേക്ഷിച്ചിട്ട് വസുധാപൃഷ്ഠേ, ഈ വെറും നിലത്ത്, കിം ശേഷേ, എന്താ നീ ഇങ്ങനെ കിടക്കണം വെറും നിലത്ത്, യതഃ മാം ന അവഭാഷസേ, എന്താ കാരണം നീ പറയണമില്ലല്ലോ എന്ന്. അവഭാഷസേ പറഞ്ഞാൽ എന്നോട്, അവഭാഷസേ പറഞ്ഞാൽ എന്നോട് കാരണം പറയണമില്ല. തതഃ ഭീരു ത്വം മാം ഖേദയസേ, അതുകൊണ്ട് എന്താ നിനക്ക്, നീ എന്താ ഭയമുള്ള പോലെ കരയണു, നീ ഭയമുള്ള പോലെ തോന്നുന്നു, നീ എന്നെ ഖേദിപ്പിക്കുന്നു, നിൻ്റെ ഈ കിടപ്പ് കണ്ടിട്ട് എനിക്ക് ദുഃഖം എന്ന്. അതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ എന്താ പറയണേ, അപ്പോൾ ദശരഥൻ ഈ കിടപ്പ് കണ്ടപ്പോൾ പറഞ്ഞു, എന്താ നീ ഇങ്ങനെ കട്ടിലൊക്കെ വേണ്ട അച്ഛ, ഈ വെറും നിലത്ത് ഇങ്ങനെ കിടക്കണത് എന്താണ്, അതിനുള്ള കാരണം എന്നോട് നീ പറയണില്ല. നിൻ്റെ ഈ കിടപ്പ് കണ്ടാൽ എനിക്ക് വല്ലാത്ത ദുഃഖം തോന്നും. നിനക്ക് ഭയന്നിട്ടാണോ? ഭയം കൊണ്ടുള്ള ഈ കിടപ്പ് കണ്ടാൽ എനിക്ക് ദുഃഖം തോന്നുന്നു എന്ന് പറഞ്ഞു. 7. കിം ശേഷേ വസുധാപൃഷ്ഠേ പര്യങ്കാദീൻ വിഹായ ച മാം ത്വം ഖേദയസേ ഭീരു. ഹേ ഭീരു, നിൻ്റെ ഈ ഖേദം എന്നെ ദുഃഖിപ്പിക്കണമെന്ന്, നിൻ്റെ ഈ ക്രോധം എന്നെ ദുഃഖിപ്പിക്കണു. അതായത് നീ ഒന്നും പറയണമില്ല, അതുകൊണ്ടുണ്ട് ഹേ ഭീരു, നീ ഒന്നും ഇങ്ങനെ പറയാണ്ടിരിക്കുമ്പോൾ എനിക്കത് വലിയ സങ്കടമാണ്. എന്നോട് പറയൂ എന്താ കാരണം എന്നാ, അതാണ് ഹേ ഭീരു എന്ന് വിളിച്ചിട്ടാണ് പറയണത്. നീ ഇങ്ങനെ ഒന്നും പറയാതിരുന്നാൽ എനിക്ക് സങ്കടമാണെന്ന്. 8. അലങ്കാരം പരിത്യജ്യ ഭൂമൗ മലിനവാസസ കിമർത്ഥം ബ്രൂഹി സകലം വിധാസ്യേ തവ വാഞ്ചിതം. അലങ്കാരം പരിത്യജ്യ, ആഭരണങ്ങൾ മുഴുവൻ നീ വലിച്ചു കളഞ്ഞിരിക്കണു. മലിനവാസസ, മുഷിഞ്ഞ തുണി ഉടുത്ത്, ഭൂമൗ കിമർത്ഥം, ഇങ്ങനെ വെറും നിലത്ത് എന്തിനാ ഇങ്ങനെ കിടക്കണം, കിമർത്ഥം, എന്താ ഇങ്ങനെ കിടക്കണതിന് കാരണം, ആവശ്യം, സകലം ബ്രൂഹി, എന്നോടെല്ലാം പറയൂ, തവ വാഞ്ചിതം വിധാസേ, നിൻ്റെ ഇഷ്ടം എന്താ വെച്ചാൽ ഞാൻ അത് ചെയ്യാം. എന്താ നീ ഇങ്ങനെ ആഭരണങ്ങളൊക്കെ അഴിച്ച് കളഞ്ഞ് ഈ മുഷിഞ്ഞ ഒരു തുണി ഉടുത്ത് ഈ നിലത്ത് ഇങ്ങനെ കിടക്കണത് എന്തിനാണെന്ന് എന്നോട് പറയൂ, ഒക്കെ തുറന്ന് പറയൂ എൻ്റെ അടുത്ത്, ഞാൻ നിൻ്റെ ഇഷ്ടം സാധിപ്പിക്കാം. അലങ്കാരം പരിത്യജ്യ ഭൂമോ മലിനവാസസ
കിമർത്ഥം ബ്രൂഹി സകലം വിധാസ്യേ തവ വാഞ്ചിതം. നിന്റെ ഇഷ്ടം ഞാൻ സാധിപ്പിക്കാം. 9. കോവാ തവാഹിതം കർത്ത നാരീ വാ പുരുഷോപി വാ സമേ ദണ്ഡ്യശ്ച വധ്യശ്ച ഭവിഷ്യതി ന സംശയ. തവ അഹിതം കർത്ത കഹ വാ. നിനക്ക് അഹിതമായിട്ട് ആരാണ് പ്രവർത്തിച്ച, ആരായാലും നിനക്ക് ഇഷ്ടമല്ലാത്തത് പ്രവർത്തിച്ച ആരായാലും, നാരീ വാ പുരുഷ അബി വാ, സ്ത്രീയായാലും പുരുഷനായാലും നിനക്ക് അനിഷ്ടം ചെയ്തു വെച്ചാൽ, സഹ മേ ദണ്ഡ്യ വധ്യ ച ഭവിഷ്യതി, അവൻ എന്നാൽ ശിക്ഷ അനുഭവിക്കുന്നവനും, ആരായാലും ആ ആള് ശിക്ഷ അനുഭവിക്കുന്നല്ല, ഞാൻ വധിക്കുന്ന ചെയ്യും. വധ്യം തന്നെയാണ്, ദണ്ഡ്യം വധ്യം എന്ന് പറഞ്ഞു. അവൻ ശിക്ഷ ആ ആള് ശിക്ഷ അനുഭവിക്കേണ്ടവനും അല്ലെങ്കിൽ അവളോ വധം തന്നെ അർഹിക്കുന്ന ആളും ആയിത്തീരും. എന്നാ സംശയമില്ല. എന്താ പറഞ്ഞ, നിനക്ക് അനിഷ്ടം വരണ തരത്തിൽ ആരാ പ്രവർത്തിച്ചത് പറയൂ. സ്ത്രീയാണോ പുരുഷനാണോ? നിനക്ക് അനിഷ്ടം ചെയ്തത് ആരാ? സ്ത്രീയോ പുരുഷനോ ആരായാലും ശരി, അവനെ ശിക്ഷിക്കണമെങ്കിൽ ഞാൻ ശിക്ഷിക്കാം, അല്ല നിഗ്രഹിക്കണമെങ്കിൽ നിഗ്രഹിക്കുക ചെയ്യാം, വധിക്കുക ചെയ്യാം. നിശ്ചയമാണ്, സംശയിക്കേണ്ട. നീ എപ്പോൾ തുറന്ന് പറഞ്ഞോളൂ, ആരാ നിനക്ക് അനിഷ്ടം ചെയ്തത്? സ്ത്രീയായാലും പുരുഷനായാലും വേണ്ടില്ല, അവനെ ഞാൻ ശിക്ഷയാണ് കൊടുക്കണ്ടെങ്കിൽ ശിക്ഷ കൊടുക്കാം, അല്ല വധിക്കുക ചെയ്യണമെച്ചാൽ വധിക്കാം. കോവാ തവാഹിതം കർത്ത, അഹിതം ച അനിഷ്ടം അല്ലെ. കോവാ തവാഹിതം കർത്ത നാരീ വാ പുരുഷോപി വാ സമേ ദണ്ഡ്യശ്ച വധ്യശ്ച, ദണ്ഡോ വധ്യോ ഏതായാലും വധോ ഭവിഷ്യതി ന സംശയ. 10. ബ്രൂഹി ദേവി യഥാ പ്രീതിസ്തദവശ്യം മമാഗ്രതഃ തദിദാനീം സാധയിഷ്യേ സുദുർലഭമപീക്ഷണാൽ. ദേവി, ഹേ ദേവി, പ്രീതി യഥാ, നിനക്ക് എന്താണ് സന്തോഷകരം, തത് മമ അഗ്രതഃ അവശ്യം ബ്രൂഹി, എന്നോട് നീ അത് ഒരു സംശയവും ഇല്ലാണ്ട് പറഞ്ഞോളൂ. അവശ്യം ബ്രൂഹി. നിനക്ക് എന്താണ് ആഗ്രഹം, അല്ലെങ്കിൽ നിനക്ക് സന്തോഷം ആകുന്നത് എന്താണോ അതെന്നോട് തുറന്ന് പറഞ്ഞാലും. തദ് സുദുർലഭം അപി, അത് വളരെ വിഷമുള്ളത് ദുർലഭമായിട്ടുള്ളതാണെങ്കിൽ പോലും ഇതാനും സാധയിഷേ, ഞാൻ സാധിപ്പിക്കാതെ. ഹേ കൈകേയി രാജ്ഞി, നിന്റെ സന്തോഷം, നിനക്ക് എന്താണ് സന്തോഷം അതെന്നോട് പറയൂ. എന്ത് ആയാലാ സന്തോഷമാവുക എന്ന്. അത് എത്ര വിഷമായിട്ടുള്ളതാണെങ്കിലും ദുർലഭമായിട്ടാണെന്ന് വെച്ചാലും അതിനെ ഞാൻ ഇപ്പം തന്നെ ഞാൻ നിനക്കത് സാധിപ്പിച്ച് തരാമെന്ന്. അങ്ങനെയൊക്കെ പ്രതിജ്ഞ ചെയ്യണ്ട കേട്ടോ. ബ്രൂഹി ദേവി യഥാ പ്രീതിസ്തദവശ്യം മമാഗ്രത തദിദാനീം സാധയിഷ്യേ, സാധിപ്പിച്ചു തരാം. സുദുർലഭമഭീക്ഷണാൽ, എത്ര ദുർലഭമായാലും ഞാൻ ക്ഷണാൽ സാധിപ്പിച്ചു തരാം. 11. ജാനാസി ത്വം മമ സ്വാന്തം പ്രിയം മാം സ്വവശേ സ്ഥിതം തഥാപി മാം ഖേദയസേ വൃഥാ തവ പരിശ്രമ. മമ സ്വാന്തം ത്വം ജാനാസി, എൻ്റെ മനസ്സിനെ നിനക്ക് നല്ലോണം അറിയാലോ. മമ സ്വാന്തം, എൻ്റെ മനസ്സ്, ത്വം ജാനാസി, നിനക്കറിയാലോ. മാം സ്വവശേ സ്ഥിതം പ്രിയം ജാനാസി, ഞാൻ നിനക്ക് ഏറ്റവും പ്രിയമുള്ള ആളാണെന്നും നിനക്കറിയാം. നിനക്ക് വേണ്ടി എന്തും ചെയ്യുന്ന അറിയാമെന്ന്. തഥാപി മാം ഖേദയസേ, എന്നിട്ടും നീ എന്തിനാ അങ്ങനെ ഒന്നും പറയാണ്ട് എന്നെ വിഷമിപ്പിക്കണ? തവ പരിശ്രമ വ്യഥ, നിന്റെ യത്നം വെറുതെയാണ് കേട്ടോ. ഞാൻ എന്താ ചില സമ്മതിക്കാമെന്ന്. നിന്റെ ദുഃഖം എനിക്ക് സഹിക്കാൻ വയ്യാന്ന് നിനക്കറിയാം. കാരണം നിന്നെ എനിക്ക് അത്ര ഇഷ്ടമാണ്. നിനക്ക് ഏറ്റവും പ്രിയനായിട്ടുള്ള ആളാണ്, എനിക്ക് ഏറ്റവും പ്രിയമുള്ളവളാണ് നീയും. അപ്പം നിനക്കൊരു വിഷമം വരുന്നത് എനിക്ക് സഹിക്കാൻ വയ്യാന്ന് നിനക്കറിയാലോ. അതുകൊണ്ട് എന്താവശ്യവും നിനക്കുണ്ടെങ്കിലും ഞാനത് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നിനക്കത് സാധിപ്പിക്കാം. നിൻ്റെ ഇഷ്ടം സാധിക്കാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ക്രോധാലയത്തിൽ കിടന്ന് വെറും നിലത്ത് കിടന്നൊക്കെ ദുഃഖിക്കണത്? ഇതൊക്കെ ആവശ്യമില്ലാത്തതാണ് നിൻ്റെ ഈ ഒരു ചെയ്തി. ഇങ്ങനെ നിലത്ത് കിടന്ന്
മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് ആഭരണങ്ങളൊക്കെ ത്യജിച്ച് ഇങ്ങനെ കിടക്കണത് ആവശ്യമില്ല. കാരണം നിൻ്റെ എന്ത് മോഹം സാധിപ്പിക്കാൻ ഞാൻ തയ്യാറാണേ. പാവം ദശരഥനല്ലേ. ജാനാസിത്വം മമസ്വാം, അതായത് ആലോചിച്ച് നോക്കൂ, ഇത്ര വലിയൊരു ചക്രവർത്തിയാ ഈ രാജ്ഞിയുടെ മുമ്പിൽ കെഞ്ചണു. അല്ല, ഒരു മനുഷ്യൻ്റെ ഒരു അവസ്ഥ നോക്കൂ അല്ലേ, മനസ്സേ. ഈ ലോകം അത്ര വലിയൊരു സാമ്രാജ്യാധിപതിയാണ്, പക്ഷെ കൈകേയിയുടെ മുമ്പിൽ കെഞ്ചാണ്. അപ്പം ആലോചിച്ച് നോക്കൂ. ജാനാസിത്വം മമ സ്വാന്തം പ്രിയം മാം സ്വവശേ സ്ഥിതം തഥാപി മാം ഖേദയസേ വൃഥാ തവ പരിശ്രമ. ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, വൃഥാണ്. നീ ഇങ്ങനെയൊക്കെ ചെയ്യണത് വെറുതെയാണ്. അല്ലാണ്ട് തന്നെ ഞാൻ എല്ലാ നിൻ്റെ എന്ത് ആഗ്രഹവും സാധിപ്പിക്കൂലോ. 12 ബ്രൂഹി കം ധനിനം കുര്യാം ദരിദ്രം തേ പ്രിയങ്കരം ധനിനം ക്ഷണമാത്രേണ നിർധനം ച തവാഹിത. തേ പ്രിയങ്കരം കം ദരിദ്രം, നിനക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളൊക്കെ ദാരിദ്ര്യം ഉണ്ടെങ്കിൽ, ദരിദ്രനാണെങ്കിൽ, ധനിനം കുര്യാം, ഞാൻ അയാളെ ധനികനാക്കാം. നിനക്ക് വളരെ ഇഷ്ടമുള്ള ഒരാൾക്ക് വളരെ ദാരിദ്ര്യം അനുഭവിക്കേണ്ട, ഒട്ടും അവർക്ക് പൈസ ഇല്ലാതെ ദുഃഖിക്കേണ്ട ചോട്ടെ. നിനക്ക് പ്രിയമുള്ള ആളാകുമ്പോൾ നിനക്ക് അവർ ദുഃഖിക്കുമ്പോൾ നിനക്ക് സങ്കടം, എന്നാൽ ശരി ഞാൻ അവനെ ധനികനാക്കാം, ഒരു വിഷമമില്ല. പിന്നെയോ പറയൂ, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? തവ അഹിതം ധനിനം കം, ഇനി വല്ല നല്ല നല്ല സമ്പന്നനായിട്ട് ആളെ നിനക്കിഷ്ടമല്ല, അങ്ങനെ വരാലോ. എന്നാൽ ഞാൻ നിർധനം കുര്യാൻ, അയാളെ പൈസ മുഴുവൻ എടുത്തിട്ട് അയാളെ നിർധനനും ആക്കാൻ വേണമെങ്കിൽ. ബ്രൂഹി പറയൂ, അങ്ങനെ വേണോ? നിനക്കിഷ്ടമുള്ള ദരിദ്രനെ ഞാൻ വലിയ സമ്പന്നനാക്കാം, നിനക്കിഷ്ടമല്ലാത്ത ധനവാനെ ഞാൻ ദരിദ്രനും ആക്കാം. പറഞ്ഞോളൂ, അങ്ങനെ ചെയ്യണമെങ്കിലും ചെയ്യാം. ബ്രൂഹി കം ധനിനം കുര്യാം ദരിദ്രം തേ പ്രിയം കരം ധനിനം ക്ഷണമാത്രേണ, ക്ഷണം കൊണ്ട് ഞാൻ നിർധനാക്കാം ധനികനെ. ധനിനം ക്ഷണമാത്രേണ നിർധനം ച തവാഹിതം, അതാണ് ഇഷ്ടം. ചാല് നിന്റെ ഇഷ്ടം ഒരു നിർധനനെ ധനവാനാക്കണമെന്ന് വെച്ചാൽ ഞാൻ അത് ചെയ്യാം. നിന്റെ ഇഷ്ടം ഒരു ധനവാനെ നിർധനാക്കണം, അത് ഞാൻ ചെയ്യാം. പറഞ്ഞോളൂ ബ്രൂഹിന. അപ്പോൾ 13 കൂടി ചെയ്ത് നിർത്താം. ബ്രൂഹി കം വാ വധിഷ്യാമി വധാർഹോ വാ വിമോക്ഷ്യത്തെ കിമത്ര ബഹുനോക്തേന പ്രാണാൻ ദാസ്യാമി തേ പ്രിയ. ബ്രൂഹി പറഞ്ഞോളൂ, കം വാ വധിഷ്യാമി, ആരെ വധിക്കണ്ട ഞാൻ വധിക്കാം. നിനക്കാരെങ്കിലും ഞാൻ കൊല്ലണം എന്നുണ്ടോ കൊല്ലാം. വധാർഹ വാ വിമോക്ഷ്യതേ, ഇനി അങ്ങല്ല വധശിക്ഷ വിധിക്കപ്പെട്ടവനെ മുക്തനാക്കണോ, വധിക്കാണ്ടിരിക്കണോ, അതും ചെയ്യാം. നിനക്ക് ഞാൻ വല്ലവരെയും വധിക്കണമെച്ചാൽ ഞാൻ അയാളെ പോയി വധിക്കാം. അല്ല, വധശിക്ഷ വിധിച്ച ഒരാളെ രക്ഷപ്പെടുത്തണം എന്നാണ് മോഹൻ വെച്ചാൽ ഞാൻ അതും തയ്യാറാണ്. അത്ര ബഹുന ഉക്തേനാക്കിയും, ഇതിലധികം ഞാൻ എന്താ പറയാൻ നിന്നോട്. പ്രിയം തേ പ്രാണാൻ ദാസ്യാമി, ഹേ എൻ്റെ പ്രിയമുള്ളവളെ, നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ പ്രാണനെന്നെ ഞാൻ വേണമെങ്കിൽ ദാനം ചെയ്യാമെന്ന്. പ്രാണാൻ ദാസ്യാമിന്ന് എന്താ ഈ ദശരഥൻ്റെ നോക്കുക, അത്ര വിധേയത്വമുണ്ട്. ആരോടെ? കൈകേയിയോട്. ബാക്കി ആരോടും ഇല്ലാത്ത വിധേയത്വം. എന്താ പറയണേ? നിനക്ക് വല്ലവരെയും വധിക്കണം എന്നാണ് മോഹൻ വെച്ചാൽ ഞാൻ അവരെ പോയി വധിക്കാം. വധശിക്ഷ വിധിച്ചവരെ വല്ലവരെയും രക്ഷിക്കണം എന്ന് വെച്ചാൽ ഞാൻ അവരെ അവിന്ന് രക്ഷിക്കാം. ഇതിലൊക്കെ അധികം ഞാൻ എന്ത് പ്രോമിസാണ് ഞാൻ ചെയ്യേണ്ടത്? എന്ത് പ്രതിജ്ഞ ഞാൻ നിനക്ക് തരേണ്ടത്? ഞാൻ ഒന്നും കൂടിയും പറയണു, നിൻ്റെ സന്തോഷത്തിനായിട്ട് ഞാൻ എൻ്റെ പ്രാണങ്ങളെ എൻ്റെ 5 പഞ്ചപ്രാണങ്ങളെ ഞാൻ ദാനം ചെയ്യാമെന്ന്. നിനക്ക് വേണ്ടി, നിൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എൻ്റെ പഞ്ചപ്രാണങ്ങളെപ്പോലും ത്യജിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിൽ ഞാൻ നിൻ്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യാം എന്ന് പറഞ്ഞു പാവം ദശരഥൻ. 13 പാവം ഇനിയും പറയണ്ട കേട്ടോ, പക്ഷേ ഞാൻ ഇവിടെ 13 വായിച്ച് നിർത്താം നമുക്ക്. ബ്രൂഹി കം വാ വധിഷ്യാമി വധാർഹോ വാ വിമോക്ഷ്യത്തെ
കിമത്ര ബഹുനോക്തേന പ്രാണാൻ ദാസ്യാമി തേ പ്രിയേ. അപ്പോൾ അവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.